ഇഷ്ടമുള്ളതെന്തും വാങ്ങിത്തരാൻ ഉപ്പയുണ്ട് എന്ന പ്രതീക്ഷയിൽ മക്കളെല്ലാം ഉമ്മയോട് പറയും. അല്ലേ പ്രിയപ്പെട്ടവരെ, ജനിക്കുമ്പോൾ തന്നെ യതീമായിരുന്നു പ്രവാചകൻ. ഉമ്മയുടെ വാത്സല്യം കിട്ടി കൊതി തീരും മുൻപ് അതും അസ്തമിച്ചു. സങ്കടമൊന്നു പങ്കുവെക്കാൻ ഒരു കൂടപ്പിറപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഉപ്പയും ഉമ്മയുമില്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, വളരെ പ്രയാസമുള്ളതത്രയത്. പ്രവാചകന്റെ ഉപ്പയെ കണ്ടവർ പറയും, മുഹമ്മദേ, നിന്റെ ഉപ്പ അബ്ദുള്ളയുടെ മുഖം, സംസാരം ഇങ്ങനെയായിരുന്നുവെന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഉപ്പയുടെ രൂപം നിറകണ്ണുകളോടെ പ്രവാചകൻ മനസ്സിൽ വരച്ചെടുക്കുമത്രേ. പ്രവാചകന്റെ മക്കൾ മരണപ്പെട്ടപ്പോൾ മുഹമ്മദേ അബ്തർ, നിന്റെ വാലറ്റ് പോയെന്ന് പറഞ്ഞ് ശത്രുക്കൾ പരിഹസിച്ചു. ആ മയ്യത്തിന് മുന്നിൽ വെച്ച് കരഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകൻ. പിന്നെ ഷാനിയക്ക ഹുവൽ അബ്തർ, നിന്നോട് വിദ്വേഷം പുലർത്തുന്നവരാരോ അവരാണ് വാലറ്റ് പോയതെന്ന് പറഞ്ഞ് അള്ളാഹു സമാധാനിപ്പിക്കുകയായിരുന്നു. രോഗിയായി കിടക്കുന്ന പ്രവാചകനെ കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ തറയിൽ കിടക്കുകയായിരുന്നു. ഈന്തപ്പന ഓലയിൽ കിടന്ന് ശരീരത്തിൽ ഈന്തപ്പന ഓലയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. സങ്കടം കൊണ്ട് ഉമർ ചോദിച്ചു, ഈ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചൂടെ പ്രവാചകരെ? ആയിഷ ബീവി പറഞ്ഞത്, വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ വിശപ്പകറ്റിയേനെ. ഉരക്ക് മുകളിലൂടെ 4 തവണ സൂര്യൻ കടന്നുപോയി. ഞങ്ങളുടെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. 3-4 ദിവസമായി പട്ടിണിയാണ് ഉമറേ എന്ന്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പാതിരാത്രിയിൽ പുറത്തിറങ്ങി നടന്നിട്ടുണ്ട് പ്രവാചകൻ. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പട്ടിണിയുമായിരുന്നു ലോകത്തിന്റെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ പ്രവാചകനാണ് ഉമ്മത്തിനും സ്വഹാബത്തിനും ആശ്വാസം നൽകിയത്. ആ മദ്ഹ് പാടിയും പറഞ്ഞും ആ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലിക്കൊണ്ടും മാത്രം ആ സ്നേഹമൊതുക്കാതെ ആ ജീവിതം, ആ സാരോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും കൂടിയാണ്.